السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, കരുണക്കടലായ റബ്ബ് അവന്റെ കരുണ കടാക്ഷം നമ്മിൽ സദാ വർഷിപ്പിക്കുമാറാകട്ടെ. അവന്റെ റഹ്മത്ത് കിട്ടിയവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിന്റെ വിശുദ്ധിയെ ഉൾക്കൊണ്ടവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ ശരീഫിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധ റമദാൻ ശരീഫിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ശഹ്റു റമളാനല്ലദീ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ശരീഫ് ഇറക്കപ്പെട്ടതായ മാസമാണ്. ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ശരീഫ് ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ ശരീഫ്. അല്ലാഹു തആല പറയുന്നു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിനെ ഇറക്കുന്നത് എന്തിനാ? ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്ക് സന്മാർഗത്തിന് വേണ്ടിയും സന്മാർഗ ദർശനത്തിന് വേണ്ടിയും സത്യാസത്യ വിവേചനത്തിന് വേണ്ടിയുമാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് ഇറക്കിയത്. അതിനോട് ചേർത്ത് അല്ലാഹു തആല പറയുന്നത് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ആരെങ്കിലും വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ നാട്ടിലുണ്ടെങ്കിൽ ഫൽയസുംഹു, അവൻ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. യാത്രയിലല്ല, നാട്ടിലുണ്ട് എങ്കിൽ അവൻ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. ومن كان مريضا أو على سفر فعدة من أيام أخر.
ഇനി രോഗിയോ അല്ലെങ്കിൽ യാത്രക്കാരനോ ആണ് എങ്കിൽ മറ്റൊരവസരത്തിൽ അവൻ നോമ്പനുഷ്ഠിച്ച് വീട്ടട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബഹുമാനികളെ, ഈ ആയത്തിനെ സംബന്ധിച്ച് നാം ഒന്ന് പരിശോധിച്ചാൽ ആയത്തിലെ റമദാൻ ശരീഫിനെ കുറിച്ച് പറഞ്ഞു, ഖുർആൻ ശരീഫിനെ കുറിച്ച് പറഞ്ഞു, നോമ്പിനെ കുറിച്ചും പറഞ്ഞു, അല്ലേ? റമദാൻ ശരീഫിലാണ് ഖുർആൻ ശരീഫ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ മാസത്തിൽ നിങ്ങൾ നാട്ടിലുണ്ട് എങ്കിൽ, നിങ്ങൾ ആരോഗ്യവാന്മാരാണ് എങ്കിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്നും പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്തിനാണെന്ന്? വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് കൊണ്ട് ഉപകാരം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തെ നാം നിയന്ത്രിച്ചിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും വിശുദ്ധ ഖുർആൻ ശരീഫ് കൊണ്ട് അവർക്ക് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൗം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്, നിയന്ത്രണം. ശരീരത്തെ ആരൊക്കെ നിയന്ത്രിക്കുന്നുണ്ടോ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ആരെല്ലാം നിയന്ത്രിക്കുന്നുണ്ടോ, അവർക്ക് മാത്രമാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോമ്പിനെ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയത് എന്തിനാ? ശരീരത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയാണ്, ആഗ്രഹങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയത്. അതല്ലേ നോമ്പിനെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിന്റെ അവസാനം നമുക്ക് പഠിപ്പിച്ചു തന്നത്? എന്തായിരുന്നു? ലഅല്ലക്കും തത്തഖൂന. എന്തിനാ നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുന്നതിന് വേണ്ടി, നിങ്ങൾ ശരീരത്തെ നിയന്ത്രിക്കുന്നവരായി തീരുന്നതിന് വേണ്ടി. എന്നാൽ മാത്രമാണ് ഈ ഖുർആൻ ശരീഫ് കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്ന് 2-ാമത്തെ അധ്യായത്തിലും അല്ലാഹു തആല പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആർക്കാണ് ഈ ഖുർആൻ ശരീഫ് ഹുദയാകുന്നത്? ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കാണ്. ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രണ വിധേയമാക്കിയവർക്ക് ആണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് ഹുദയാവുകയുള്ളൂ, സന്മാർഗം, മാർഗദർശനമാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, റമദാൻ ശരീഫിനെ പരിചയപ്പെടുത്തിയ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താ? റമദാൻ ശരീഫിനെ പരിചയപ്പെടുത്തുന്ന ആയത്തിൽ അല്ലാഹു തആല നമുക്ക് നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ ശരീഫ് ഇറങ്ങിയത് റമദാൻ ശരീഫിലാണെന്ന് മനസ്സിലാക്കി തന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ശരീഫ് കൊണ്ട് വിജയിച്ചവരായി നാം മാറണമെങ്കിൽ, അത് ഉപകാരത്തിൽ വരണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നോമ്പ് ഉള്ളവരായിരിക്കണം. എപ്പോഴും നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇംസാക്, നമ്മൾ നിയന്ത്രണത്തിലായിരിക്കണം എപ്പോഴും. എന്നാലാണ് നമുക്ക് ഉപകാരത്തിൽ വരികയുള്ളൂ, നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് നന്മ ചെയ്യാൻ കഴിയൂ, അല്ലേ? തിന്മയിൽ നിന്നും വിട്ടുനിൽക്കണമെങ്കിലും ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. പലപ്പോഴും നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ആരെയാ? നന്മ ചെയ്യാതെ വരുമ്പോ, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് വഴക്ക് വെക്കേണ്ടി വന്നാൽ നമ്മൾ പ്രതിസ്ഥാനത്ത് വെക്കുന്നത് ആരെയാണ്? പിശാചിനെയാണ്. അവൻ കാരണമാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആരാ തടയുന്നത്? പിശാചാണ്. പിശാചിനെയാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്താറ്. അല്ലെ, തറാവീഹ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, പിശാചിന്റെ ഷർറ്, വല്ലാത്ത ഷർറ് എന്നല്ലേ. സത്യത്തിൽ അവൻ നമ്മെ പരിഹസിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. കാരണം അവനിപ്പോ എവിടെയാ ഉള്ളത്? പിശാചിപ്പോ എവിടെയുള്ളത്? ചങ്ങലയിലാണ്. പിശാച് ഇപ്പോൾ ചങ്ങലയിൽ ബന്ധിതനാണ്. റമദാൻ ശരീഫിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ, ഹദീസുകളുണ്ടോ, തുടക്കത്തിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. 3 കാര്യങ്ങളാണ് റമദാൻ ശരീഫിന്റെ മഹത്വത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന. രണ്ടാമത്തേത് അറബി വേണ്ട, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. രണ്ടാമത്തേതോ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നു. മൂന്നാമത്തേതോ പിശാചിനെ ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കപ്പെടുന്നു. എല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ്.
കഴിഞ്ഞ ദിവസം ഒരു ഗ്രന്ഥം പരിശോധിച്ച് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റമളാൻ ശരീഫിന്റെ മഹത്വം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ പേജിലും രണ്ടാമത്തെ പേജിലും മൂന്നാമത്തെ പേജിലും നാലാമത്തെ പേജിലും ഈ ഹദീസ് കാണാൻ കഴിയുന്നു. സുഫിദത്തി ശയാത്തീൻ, പിശാചിനെ ബന്ധനസ്ഥനാക്കപ്പെടുന്നു. സുൽസിലത്തി ശയാത്തീൻ, ശൈത്താനെ ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കപ്പെടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ വാക്കുകളിലായിട്ട് കാണാൻ കഴിയുന്നു. ബഹുമാനികളെ, പിശാച് ഇപ്പോൾ എവിടെയാണുള്ളത്? ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ നമ്മൾ ഇപ്പോഴും കുറ്റം പറയുന്നത് പിശാചിനെയാണ്. പിശാചാണ് കുഴപ്പക്കാരൻ. ആലോചിച്ച് നോക്കൂ, എന്താണ് അവസ്ഥ? പിശാചാണ് എപ്പോഴും നമുക്ക് മുമ്പിൽ കുഴപ്പക്കാരൻ. സത്യത്തിൽ പിശാച് ആണോ കുഴപ്പക്കാരൻ? പിശാചിനെ ചങ്ങലക്കിടൽ കൊണ്ട് കുഴപ്പം അവസാനിക്കുമോ? അവസാനിക്കുമായിരുന്നെങ്കിൽ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരുന്നുവെങ്കിൽ റമളാൻ ശരീഫിൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. ആരാധനാ കർമ്മങ്ങൾക്ക് നമ്മൾക്ക് ഉഷാറുണ്ടാകേണ്ടതാണ്. ആരും നമുക്ക് തടയേണ്ട ആളില്ല. തടയേണ്ട ആളെ ചങ്ങലക്കിടക്കപ്പെട്ടിരിക്കുകയാണ്. ചങ്ങലയിൽ കിടക്കുകയാണ് ഇബ്ലീസ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? എന്നിട്ടും നമ്മളാണ് കുറ്റക്കാരെന്ന് നമ്മൾ സമ്മതിക്കില്ല. എപ്പോഴും പിശാചിനെയാണ് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പിശാചാണെങ്കിലോ പാവം ഇപ്പൊ എവിടെയാ? ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും തറാവീഹ് നിസ്കരിക്കാത്തത് എന്താടാ എന്ന് ചോദിക്കുമ്പോ പറയും പിശാച് സമ്മതിക്കുന്നില്ല. എന്നാലും നമ്മുടെ അടുത്താണ് കുഴപ്പം എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പിശാചില്ലാത്ത ഒരു ലോകം, അല്ലെ, നമ്മൾ അങ്ങനെ സങ്കല്പിക്കാറുണ്ട്. പിശാചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം സുന്ദരമായി ഒലക്കാണ്. എന്നാൽ ഈ റമളാൻ മാസത്തിൽ പിശാചില്ലല്ലോ. എന്നിട്ട് എന്തുണ്ടാകുന്നത്? ജമാഅത്തിന് വരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എത്ര ജമാഅത്തുകൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. എത്ര ആളുകൾ നോമ്പ് ഒഴിവാക്കുന്നുണ്ടാകാം നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ. ചിന്തിച്ചു നോക്കൂ. പിശാചില്ലാത്ത ഒരു ലോകം ഉണ്ടായത് കൊണ്ട് എന്ത് നമ്മൾ ആകണമെന്നില്ല. പിന്നെയോ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയികളായി തീരും എന്നുള്ളതാണ്. പിശാച് പല ആളുകളെയും ഉപേക്ഷിച്ചില്ല. ചില ആളുകളുടെ അടുക്കലേക്ക് പിശാച് പോവുക തന്നെ ഇല്ല. അതറിയോ നിങ്ങള്? ചില ആളുകളുടെ അടുക്കലേക്ക് പിശാച് പോവുക തന്നെ ഇല്ല. ഒരു ഹദീസിൽ കാണാം, ഒരു യുവാവ് അവൻ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ തീരുമാനമെടുത്താൽ, ഒരു യുവാവായ ആള് നല്ല രീതിയിൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ തീരുമാനിച്ചാൽ, പിശാച് അവന്റെ അനുയായികളോട് പറയും, നിങ്ങൾ നോക്കൂ, അവന്റെ ഭക്ഷണം എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ നോക്കൂ. ശൈത്താൻ, ഇബ്ലീസ് അവന്റെ അനുയായികളോട്, സഹായികളോട് പറയുന്നതാണ് എന്ത്? ആ യുവാവിന്റെ ഭക്ഷണ സ്രോതസ് എവിടെ നിന്നാണെന്ന് നിങ്ങൾ നോക്കൂ. മോശമായ ഭക്ഷണമാണ് അവൻ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അവനെ ഉപേക്ഷിക്കൂ. അവന്റെ അടുത്ത് നിങ്ങൾ സമയം കളയേണ്ടതില്ല. നിങ്ങൾ അവന്റെ അടുക്കൽ പോകേണ്ടതില്ല. ഇബ്ലീസ് തന്റെ അനുയായികളോട് പറയുന്നതാണ്, ഒരു യുവാവായ മനുഷ്യൻ അവൻ ആരാധനാ കർമ്മങ്ങളിൽ സജീവമാകുന്നുണ്ട് എങ്കിൽ, അവന്റെ ആഹാരം മോശമാണ് എങ്കിൽ നിങ്ങൾ അവന്റെ അടുക്കലേക്ക് പോകണ്ട. അവൻ ഇബാദത്ത് ചെയ്തോട്ടെ. മോശമായ ഭക്ഷണം കഴിച്ചതോടുകൂടി ഇബാദത്ത് ചെയ്യുന്നതിനോടൊപ്പം അവനിക്ക് ഉപകാരപ്പെടുകയില്ല. ഇബാദത്ത് ഉപകാരപ്പെടൂല, ഇബ്ലീസിന് പണിയില്ല. ആലോചിച്ചു നോക്കൂ ബഹുമാനികളെ, കാര്യത്തിന്റെ ഗൗരവം എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ റമളാൻ ശരീഫ് എന്തിനുള്ളതാണെന്നറിയോ? കുഴപ്പക്കാരൻ ആരാണെന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവനും പിശാചാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ നമ്മള്? നാഴികക്ക് 40 വട്ടം. എന്നിട്ടോ പിശാച് ഇല്ലല്ലോ. എന്നിട്ടോ എന്താ സംഭവിക്കുന്നത്? യുവാവ്, എന്തിനാ യുവാവിനെ പറഞ്ഞത്? യുവാവിന്റെ ഇബാദത്ത് പവറുള്ളതാണ്. യുവാവിന്റെ തറാവീഹിന് പവറുണ്ട്. യുവാക്കൾ കുറവാകാൻ പാടില്ല ബഹുമാനികളെ. യുവത്വമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് യുവാവിനെ ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടുന്നവരിൽ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണുന്നത് യുവാക്കളിൽപ്പെട്ട ആളുകളാണ്.
അതുകൊണ്ട് തന്നെയാണ് ഇബ്ലീസ് പറഞ്ഞത്, ഒരു യുവാവ് ഇബാദത്ത് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കണ്ട, അവന്റെ ഭക്ഷണ സ്രോതസ് എങ്ങനെയാണെന്ന് നോക്കൂ, ഹറാമാണ് എങ്കിൽ അവനെ വിട്ടേക്ക്, അവന്റെ പരിശ്രമങ്ങളൊന്നും തന്നെ അവന് ഉപകാരത്തിൽ വരികയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇപ്പൊ റമദാൻ ശരീഫ് ആ ആയത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്, വിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് ഉപകാരപ്പെടുന്നത്, നന്മകൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നത് എല്ലാം അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രണ വിധേയമാക്കുമ്പോഴാണ്. നമ്മുടെ ഈ കുറ്റം പറച്ചിൽ ഇവിടെ മാത്രമല്ല കേട്ടോ, പരലോകത്ത് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ്. നരകത്തിൽ കിടക്കുന്ന മനുഷ്യർ ഇബ്ലീസിനോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിലെ സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇബ്ലീസിനോട് മനുഷ്യന്മാർ പറയും, പഹയ, നീ കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോഴും നമ്മൾ ആരെ കുറ്റം പറയണം? ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിനോട് പറയുന്നത്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ മേൽ എനിക്ക് അധികാരമൊന്നുമില്ല കേട്ടോ. ശൈത്താൻ പറയുന്നതാണ്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് അധികാരമൊന്നുമില്ല, പക്ഷേ ഇല്ല അൻ ദഅഉതുക്കും, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു എന്നത് സത്യമാണ്. ഫസ്തജബ്തും ലി, നിങ്ങളാണ് എനിക്ക് ഉത്തരം നൽകിയത്. നിങ്ങളുടെ മേൽ എനിക്കൊരു അധികാരവും ഇല്ല, ഒരു അധികാരവും ഇല്ല, പക്ഷെ ഇല്ല അൻ ദഅഉതുക്കും, നിങ്ങളെ ഞാൻ ക്ഷണിച്ചു എന്നത് ശരിയാണ്. ഫസ്തജബ്തും ലീ, നിങ്ങളാണ് എനിക്ക് മറുപടി നൽകിയത്. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റം പറയല്ലേ. നിങ്ങൾ പരസ്പരം ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറയല്ലേ. നരകത്തിൽ ഇരുന്നു നമ്മൾ കുറ്റം പറയുന്നത് ശൈത്താനെയാണ്, നരകത്തിൽ കടക്കുന്ന മനുഷ്യർ കുറ്റം പറയുന്നത് ശൈത്താനെയാണ്. ശൈത്താൻ പറയും, ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റം പറയല്ലേ, വലൂമൂ, നിങ്ങൾ കുറ്റം പറഞ്ഞുകൊള്ളൂ, അംഫുസക്കും, അംഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊള്ളൂ. അപ്പൊ യഥാർത്ഥ കുഴപ്പക്കാരൻ, യഥാർത്ഥ വില്ലൻ ആരാണ്? നമ്മുടെ ശരീരമാണ്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളാണ്. ഇത് തിരിച്ചറിയാൻ കൂടിയാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കുന്നത്. ബഹുമാനികളെ, സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയില്ലേ നമ്മുടെ പ്രപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ? എപ്പോഴെങ്കിലും ആദം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ടോ, പിശാച് കാരണമായിട്ടാണ് ഞാൻ പുറത്തായത്? ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? റബ്ബനാ ലലംനാ അൻഫുസനാ, റബ്ബേ, ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തു പോയി എന്നാ പറഞ്ഞത്. ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തു പോയി എന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലും നന്മകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ തിന്മക്കോ കാരണക്കാരൻ നമ്മളാണ് എന്ന് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ സമ്മതിക്കാറുണ്ടോ? അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ സമ്മതിക്കാറുണ്ടോ? റമദാൻ ശരീഫിലും നന്മകൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല, സദഖ ചെയ്യാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല, മറ്റുള്ളവരോട് പിണങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പിണങ്ങാണ്. എന്നിട്ടും നമ്മൾ കുറ്റം പറയുന്നത് ഇബ്ലീസിനെയാണ്. ഇബ്ലീസാണെങ്കിലോ സ്ഥലത്തില്ലതാണ്. ഇബ്ലീസ് ചങ്ങലയിലാണ്. ബഹുമാനികളെ, നമ്മൾ എന്താ വേണ്ടതിന്? നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അടിമത്തത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാറുക. ശരീരത്തിന്റെ അടിമയായിരിക്കുന്നിടത്തോളം കാലം ഇബ്ലീസ് നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകും, ശൈത്താൻ നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകും. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, സൂറത്തുൽ ഇസ്രാ അല്ലാഹു തആല പറഞ്ഞതാണ്, ഇന്ന ഇബാദി, തീർച്ചയായും എന്റെ അടിമ, ലൈസ ലക അലൈഹിം സുൽത്താൻ, ലൈസ ലക, നിനക്ക് അധികാരമില്ല കേട്ടോ, അലൈഹിം, അവരുടെ മേൽ സുൽത്താൻ, ഒരു അധികാരവും ഇല്ല. എന്റെ അടിമയുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പോ നമ്മൾ ശരീരത്തിന്റെ അടിമത്തത്തിൽ നിന്നും അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാറുക എന്നത് മാത്രമാണ് ബഹുമാനികളെ അതിനുള്ള മാർഗം. അതിനാണ് അല്ലാഹു തആല നമുക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. ബുദ്ധിയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് ബുദ്ധിയോട് ചോദിച്ചില്ലേ, മൻ അൻത മൻ അനാ, ഞാൻ ആരാ, നീ ആരാണ്? ബുദ്ധി എന്താ പറഞ്ഞത്? നീ രക്ഷിതാവാണ്, ഞാൻ നിന്റെ നിസ്സാരനായ അടിമയാണ്. ശരീരം എന്താ പറഞ്ഞെന്നറിയോ? മൻ അൻത എന്ന് ചോദിച്ചപ്പോ ശരീരം പറഞ്ഞത്
അൻത അൻത അന അന, നീയാണ് ഞാൻ ഞാനാണ്. ധിക്കാരത്തിന്റെ മറുപടിയാണ് അല്ലാഹു കൊടുത്തത്. ശരീരത്തിന് അല്ലാഹു തആല 100 വർഷം തീയിലിട്ട് ശിക്ഷിച്ചു. എന്നിട്ട് പുറത്തെടുത്തപ്പോഴും ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞത് അൻത അൻത അന അന, നീ തന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. വിശപ്പാകുന്ന നരകത്തിലിട്ടിട്ട് അല്ലാഹു തആല ശിക്ഷിച്ചപ്പോഴാണ് അവൻ നിലപാട് മാറ്റിയത്. അൻത റബ്ബി അന അബ്ദുക ദലീൽ, നീ എന്റെ രക്ഷിതാവും ഞാൻ നിന്റെ നിസ്സാരനായ അടിമയുമാണ് എന്ന് ശരീരം സമ്മതിച്ചത് വിശപ്പ് കൊടുത്തപ്പോഴാണ്. ബഹുമാനികളെ, വിശപ്പുണ്ടാകുമ്പോൾ റബ്ബിനെ തിരിച്ചറിയുന്നു എന്നതും അതുപോലെ തന്നെ നോമ്പ് എന്നത് ഒരു അടിമയെ സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടുന്നതാണ് എന്നും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് നമുക്ക് നൽകുന്നതായ സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ശരീഫ് കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മുടെ മഹല്ലിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മുൻ സദർ മുഅല്ലിം ഖത്തീബുമായിരുന്ന സയ്യിദ് മുഹമ്മദ് അഷ്റഫി എന്ന് പറയുന്ന ഉസ്താദ് അവர்கள் ആക്സിഡന്റിനെ തുടർന്ന് ഗുരുതരമായ ഒരവസ്ഥയിൽ കോയമ്പത്തൂര് ഗംഗാ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കണമെന്ന് കുടുംബം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ആ ഉസ്താദിനെ, നമ്മുടെ മഹല്ലിൽ ജോലി ചെയ്ത, നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച, മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുത്ത ആ ഉസ്താദിനെ ഇപ്പോ നമ്മിൽ നിന്നും ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച, ഇന്നല്ല കളക്ഷൻ, വരുന്ന വെള്ളിയാഴ്ച എല്ലാവരും ഒന്ന് കരുതി വരണം. ആ ഉസ്താദിനെ സമാധാനിപ്പിക്കുന്ന ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ബൈക്ക് യാത്ര ചെയ്തപ്പോൾ പിറകിൽ നിന്നും ടിപ്പർ ലോറി വന്ന് ഇടിച്ച് ഇപ്പൊ ഗുരുതരമായ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് സഹായിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദിന് എത്രയും പെട്ടെന്ന് അല്ലാഹു തആല സുഖം നൽകി ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ പള്ളി നിർമ്മാണത്തിന് സംഭാവന നൽകിയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നവർ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിന്റെ ഈ നല്ല ദിനങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഉണർത്തുകയാണ്. പള്ളിപ്പണി അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. നാളെ നമുക്ക് കിട്ടുന്ന നല്ല ഒരു നല്ല പ്രതിഫലത്തിലുള്ള അവസരമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ്. വേണ്ട രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നഫ്സിനെ നാം നിയന്ത്രിച്ചാൽ മതി, പിശാച് നമ്മുടെ അടുത്ത് ഇല്ല. അതുകൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ പള്ളിയിലേക്ക് നല്ല രീതിയിൽ സഹായിക്കണമെന്ന് ഉണർത്തുകയാണ്. ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി എത്രയും പെട്ടെന്ന് രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരന് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ, സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫാത്തിമ ഫതീഹ എന്ന് പറയുന്ന ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട് സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ്. വരവൂരാണ് അവരുടെ നാട്. 40 കിലോ അരി നമ്മുടെ നോമ്പുതറയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. 10,000 രൂപയും സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പൊന്നുമോൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് നോമ്പുതറയിൽ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഫ്രൂട്ട്സ് കൊടുക്കുന്ന സഹോദരൻ അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. 10-15 വർഷമായി നോമ്പുകാർക്ക് വെള്ളം കലക്കുന്ന സഹോദരന് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരാണ് റബ്ബേ. നീ ഞങ്ങളോട് പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ നഫ്സുകളോട് അക്രമം പ്രവർത്തിച്ചവരാണ് റബ്ബേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ
സഫലീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ നീ അറിയുന്നവനാണ്, പരിഹരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും ദുആ ഏൽപ്പിച്ചവരിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന സഹോദരനിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ നീ ശിഫ നൽകണേ അല്ലാ. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ ഫതീഹക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ രീതിയിലും നീ സമാധാനം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ കാക്കണം റഹ്മാനെ. പഠിക്കുന്ന മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മയും നൽകണം റഹ്മാനെ. ഒരു പരീക്ഷകളിലെല്ലാം ഉന്നതമായ വിജയം നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളിയുടെ പണിയിലേക്ക് സംഭാവന നൽകി എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ചെറുതും വലുതുമായിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് റബ്ബേ. അതെല്ലാം നിന്റെ അടുക്കൽ വലുതാണ് അല്ലാഹുവേ. നീ എല്ലാവർക്കും പൂർണ്ണമായ പ്രതിഫലം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ള പ്രതിഫലം നൽകണേ അല്ലാ. അവരിൽ നിന്നും മൺമറഞ്ഞവർക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളി പണിയിലേക്ക് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. അവരുടെ നിയ്യത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.